ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 19 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DRDO carries out a successful flight trial of India's first long-range hypersonic missile off the Odisha coast. അപ്പോൾ DRDO സക്സസ്ഫുൾ ആയിട്ട് ഫ്ലൈറ്റ് ട്രയൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ. ഒഡീഷ കോസ്റ്റിലാണത് എന്താ പറയുക ക്യാരി ഔട്ട് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. Defense Research and Development Organization conducted a successful flight trial of India's first long-range hypersonic missile from Dr. APJ Abdul Kalam Island off the coast of Odisha late on November 16, 2024. നവംബർ 16 ആണത് ടേക്ക് ഓഫ് ചെയ്തത്, കണ്ടക്ട് ചെയ്തത്, ക്യാരി ഔട്ട് ചെയ്തത്. ദിസ് ഹൈപ്പർസോണിക് മിസൈൽ ഈസ് ഡിസൈൻഡ് ടു ക്യാരി വേരിയസ് പേലോഡ്സ് ഓഫ് ഫോർ റേഞ്ചസ് ഗ്രേറ്റർ ദാൻ 1500 kilometers ഫോർ ദ ആംഡ് ഫോഴ്സസ്. അപ്പോൾ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്തത്, ക്യാരി ഔട്ട് ചെയ്യുന്നത് പേലോഡ്സ് ഫോർ റേഞ്ചസ് ഗ്രേറ്റർ ദാൻ 1500 kilometers ഗ്രേറ്റർ ആയിട്ട് ഇത് പോവും, അതിനെക്കാട്ടിലും കൂടുതൽ ഇത് പോവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ചെയർമാൻ ഓഫ് DRDO ആണ് ഡോക്ടർ സമീർ വി കമ്മത്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കർണാടക ബാങ്ക് ലോഞ്ചസ് 2 ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ കർണാടക ബാങ്ക് ലോഞ്ച് ചെയ്ത 2 ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ്, സ്റ്റുഡൻസിന് വേണ്ടി ലോഞ്ച് ചെയ്ത 2 ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Karnataka Bank Limited has launched 2 financial products, KBL Peak, an education loan with financing of up to 2 crore rupees and a comprehensive coverage, and KBL Genius, a student saving account featuring free cyber insurance. KBL Peak supports, അപ്പോൾ ഈ 2 ഫീച്ചേഴ്സ്, ഈ 2 ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, KBL Peakഉം KBL Geniusഉം. KBL Peak supports students pursuing higher education in India and abroad. അപ്പോൾ KBL Peak സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് അബ്രോഡ് പഠിക്കുന്നവരെയും അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. വിത്ത് എ ലോൺ എമൗണ്ട് ഓഫ് 2 crore rupees, ഇറ്റ് കവേഴ്സ് ട്യൂഷൻ ഫീസ് ആൻഡ് എക്സ്പെൻസസ് ആർ റിലേറ്റഡ് ടു അക്കോമഡേഷൻ, ട്രാവൽ, ബുക്സ് ആൻഡ് ലാപ്ടോപ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവാണ് അവർ കവർ ചെയ്യുക KBL Peakൽ. പിന്നെ പറയുന്നത് KBL Peak പ്രൊവൈഡ്സ് എ പ്രീ അഡ്മിഷൻ സാങ്ഷൻ ലെറ്റർ. അപ്പോൾ ഇതിൽ പ്രീ അഡ്മിഷൻ സാങ്ഷൻ ലെറ്റർ സിംപ്ലിഫൈയിങ് ദ അഡ്മിഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ, ആൻഡ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ് ഫോർ ബോത്ത് സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസും കൂടി ഉണ്ട്, സ്റ്റുഡൻറ്റിനും പാരൻറ്റിനും എൻഷുർ ചെയ്യുന്ന കോംപ്രഹെൻസീവ് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇനി KBL ജീനിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, KBL ജീനിയസ് സേവിങ്സ് അക്കൗണ്ട് ഈസ് എ സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ് പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ 2 വേരിയൻറ്റ്സ്. അതായത് KBL ജീനിയസ് സിഗ്നേച്ചറും KBL ജീനിയസ് അഡ്വാൻറ്റേജും 2 വേരിയൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വിത്ത് ഫീച്ചേഴ്സ് ലൈക്ക് എ മിനിമം ആവറേജ് ബാലൻസ് റിക്വയർമെൻറ്റ്, സീംലെസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആൻഡ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓൺ ഡെബിറ്റ് കാർഡ്സ്, KBL ജീനിയസ് എംപവേഴ്സ് സ്റ്റുഡൻസ് ടു മാനേജ് ദെയർ ഫൈനാൻസസ് എഫക്റ്റീവ്ലി. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഇത് സീംലെസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓൺ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സും ഇവർക്ക് ഉണ്ടായിരിക്കും. KBL ജീനിയസ് സ്റ്റുഡൻസിനെ എംപവർ ചെയ്യും, മാനേജ് ദെയർ ഫൈനാൻസസ് എഫക്റ്റീവായിട്ട് ഫൈനാൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UAE ലോഞ്ചസ് ഗ്ലോബൽ എനർജി എഫിഷ്യൻസി അലയൻസ് അറ്റ് COP29. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. The UAE has unveiled an ambitious initiative to establish the Global Energy Efficiency Alliance during COP29 hosted in Azerbaijan. This move aims to double global energy efficiency rates by 2030 to contribute to significant emission reductions. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡെൻമാർക്സ് വിക്ടോറിയ ജെയർ KJEAER വിക്ടോറിയ ജെയർ തെയിൽവിങ് നെയ്മഡ് 73rd മിസ് യൂണിവേഴ്സ്. അപ്പോൾ ഡെൻമാർക്കിൻ്റെ വിക്ടോറിയ ജെയർ തെയിൽവിങ് ആണ് 73rd മിസ് യൂണിവേഴ്സ് ആയിട്ട് ആയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 73rd എഡിഷൻ ഓഫ് ദ പേജൻ്റ് ആണ് ഈ നടന്നത്. ഡെൻമാർക്കിലത്തെ വിക്ടോറിയ ജെയർ തെയിവിങ് ആണ്
മിസ് യൂണിവേഴ്സ് ആയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹർഭജൻ ജോയിൻ സാനിയ മിർസ, എവ്ര, എൽ ഖാത്തിബ് ആൻഡ് നുർമാഗോമെഡോവ് ആസ് അംബാസഡേഴ്സ് ഓഫ് ദുബായ് സ്പോർട്സ് കൗൺസിൽ. അപ്പോൾ ദുബായ് സ്പോർട്സ് കൗൺസിലിൻ്റെ അംബാസഡർമാർ കുറേ പേരുണ്ട്. സാനിയ മിർസ, എവ്ര, എൽ ഖാത്തിബ് ആൻഡ് നുർമാഗോമെഡോവ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് ഇൻഡക്റ്റ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ അംബാസഡർ ആയിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. ഫോർമർ ഇന്ത്യ ഓഫ് സ്പിന്നറായ ഹർഭജൻ സിംഗ് ആണ് ദുബായ് സ്പോർട്സ് കൗൺസിൽ ബ്രാൻഡ് അംബാസഡറായിട്ട് എലക്ട് ആയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മസ്ക്സ് സ്പേസ് ടു ലോഞ്ച് ഇന്ത്യാസ് GSAT-20 സാറ്റലൈറ്റ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അപ്പം മസ്കിൻ്റെ SpaceX ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്ത്യയുടെ GSAT-20 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ബെറ്റർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യാസ് GSAT-20, വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് വെയിങ് 4,700 kilogram, will be launched by SpaceX, the American aerospace company led by Elon Musk. SpaceX Falcon 9 rocket has been chosen due to its availability to carry payloads of up to 8.3 tons to a geostationary transfer orbit. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഭാരത് NCX 2024 ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ്, സ്ട്രെങ്തനിങ് സൈബർ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് അക്രോസ് ഇന്ത്യ. അപ്പോൾ ഭാരത് NCX 2024 ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ട്രെങ്തനിങ് സൈബർ ഡിഫൻസും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് അക്രോസ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാരത് NCX ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഭാരത് നാഷണൽ സൈബർ സെക്യൂരിറ്റി എക്സസൈസ്, അതാണ് ഭാരത് NCXൻ്റെ ഫുൾ ഫോം. Bharat NCX 2024, a landmark initiative to fortify India's cyber security resilience, was inaugurated today at a high-profile ceremony organized by National Security Council Secretariat in collaboration with the Rashtriya Raksha University. The 12-day exercise is a critical step in preparing India's cybersecurity professionals and leadership to tackle evolving threats and advanced cyber defense, incident response capabilities and strategic decision making. അപ്പോൾ ഭാരത് NCX, ഭാരത് നാഷണൽ സെക്യൂരിറ്റി എക്സസൈസ്, നാഷണൽ സൈബർ സെക്യൂരിറ്റി എക്സസൈസ് ലോഞ്ച് ചെയ്തു ഒഫീഷ്യലായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 18th to 24th നവംബറാണ്. വേൾഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായിട്ട്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കിൻ്റെ തീമാണ് എഡ്യൂക്കേറ്റ്, അഡ്വക്കേറ്റ്, ആക്ട് നൗ. എഡ്യൂക്കേറ്റ്, അഡ്വക്കേറ്റ്, ആക്ട് നൗ. അതാണ് ഈ വർഷത്തെ വേൾഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കിൻ്റെ തീം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ഡേ ഫോർ the prevention of and healing from child sexual exploitation, abuse and violence ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 18th നവംബറാണ്. വേൾഡ് ഡേ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആൻഡ് ഹീലിംഗ് ഫ്രം ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ് ആൻഡ് വയലൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 18th നവംബറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡിക്ലൈൻസ് ടു 6.4% ഇൻ സെപ്റ്റംബർ ക്വാർട്ടർ, NSSO ഡാറ്റ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് 6.4%ലേക്ക് സെപ്റ്റംബർ ക്വാർട്ടറിൽ NSSO ഡാറ്റ പ്രകാരം, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ ഡാറ്റ പ്രകാരം അറിഞ്ഞിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 6.4%ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 6.6% ആണ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്, അത് 6.4% ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI empowers rural youth entrepreneurs through
ജാഗൃതി യാത്ര 2024 ടു ബൂസ്റ്റ് വികസിത് ഭാരത്. അപ്പോൾ SBI എംപവർ ചെയ്തിരിക്കുകയാണ് റൂറൽ യൂത്ത് എൻ്റർപ്രണേഴ്സിനെ ജാഗൃതി യാത്ര 2024 ആ ഒരു ഇത് വെച്ചിട്ടാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ടു ബൂസ്റ്റ് വികസിത് ഭാരത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. State Bank of India, the nation's largest public sector bank, has partnered with Jagriti Yatra 2024, a transformative 8,000 kilometer 15-day entrepreneurial journey across India's Tier 2 and Tier 3 regions. This initiative will support 500 youth aspirants in exploring entrepreneurial opportunities, receiving expert mentorship and engaging in practical learning experiences. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ Tier 2 ആൻഡ് Tier 3 റീജിയൻസിലൂടെ ഈ യാത്ര ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസ്ഫോർമേറ്റീവ് 8,000 കിലോമീറ്റർ 15-day ലോങ് യാത്ര, 15-day എൻ്റർപ്രണറിയൽ ജേണിയാണ് ഈ ജാഗൃതി യാത്രയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ, കഴിഞ്ഞ ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 24 coastal villages in Odisha recognized by UNESCO as tsunami ready. അപ്പോൾ 24 കോസ്റ്റൽ വില്ലേജസ് ഇൻ ഒഡീഷ യുനെസ്കോ സുനാമി റെഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സുനാമി റെഡി എന്ന് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 24 കോസ്റ്റൽ വില്ലേജസ് ഇൻ ഒഡീഷ were recognized by the Intergovernmental Oceanographic Commission of UNESCO as a tsunami ready. ഓക്കെ, അവരാണ് അത് പറഞ്ഞത്. The recognition was given during the second Global Tsunami Symposium held in Indonesia on November 11, a statement said. അപ്പോൾ ഈ റെക്കഗ്നിഷൻ കൊടുത്തത് സെക്കൻഡ് ഗ്ലോബൽ സുനാമി സിംപോസിയം ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് November 11 നടന്നു. അതിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ദീസ് വില്ലേജസ് ആർ ലൊക്കേറ്റഡ് ഇൻ, അപ്പോൾ ഈ പറയുന്ന ഒഡീഷയിലത്തെ വില്ലേജസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബാലാസോർ, ബാദ്രക്, കേന്ദ്രാപാദ, ജഗത്സിംഗ്പൂർ, പിന്നെ പുരി ആൻഡ് ഗഞ്ചം ഡിസ്ട്രിക്റ്റിലാണ് ഈ 24 കോസ്റ്റൽ വില്ലേജസ് സ്ഥിതി ചെയ്യുന്നത്. ബിസൈഡ്സ് ദ സുനാമി റെഡി റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്സ് were renewed for 2 villages in the state. അപ്പോൾ 2 വില്ലേജസ്, സ്റ്റേറ്റിലെ 2 വില്ലേജസിനെ റിന്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ദീസ് വില്ലേജസ് ആർ, ഈ വില്ലേജസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളിയാസാഹി ഇൻ ജഗത്സിംഗ്പൂർ ഡിസ്ട്രിക്റ്റിലെ നോളിയാസാഹിയാണ് ഒന്ന്. ആൻഡ് വെങ്കട്രായ്പൂർ ഇൻ ഗഞ്ചം ഡിസ്ട്രിക്റ്റിലെ വെങ്കട്രായ്പൂർ വില്ലേജാണ് മറ്റൊന്ന് റിന്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. they were recognized as tsunami ready in 2020. അപ്പോൾ ഇവർക്ക് സുനാമി റെഡി സർട്ടിഫിക്കേഷൻ കൊടുത്തത് 2020-ലാണ്. Various activities including training of stakeholders, community awareness programs, preparation of tsunami management plans, conducting mock drills and identification of evaluation routes were done in 24 tsunami prone villages, the statement said. അപ്പോൾ ഇവർക്ക് അവയർനെസ് കൊടുക്കുക, അതേപോലെ എങ്ങനെ അതായത് ആ സുനാമി വരികയാണെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് എങ്ങനെ പുറത്ത് കടക്കാമെന്നുള്ള ആ ഒരു എന്താ പറയുക അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഈ സുനാമി റെഡി സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Indus IND Bank and BFIL partner with the Ministry of Agriculture to empower farmer producer organizations. അപ്പോൾ ഇൻഡസ് IND ബാങ്കും BFILും അതായത് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡും പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് വിത്ത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 56th ടൈഗർ റിസർവ് ഓഫ് ദ കൺട്രി നോട്ടിഫൈഡ് ഇൻ ഛത്തീസ്ഗഡ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ 56th ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. യൂണിയൻ മിനിസ്റ്റർ ഫോർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ശ്രീ ഭൂപേന്ദ്ര യാദവ് ഇൻഫോംഡ് ദ നേഷൻ അബൌട്ട് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ള ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ് ആസ് എ 56th ടൈഗർ റിസർവ് ഓഫ് ദ കൺട്രി. 56ാമത്തെ ടൈഗർ റിസർവ് അപ്പോൾ ഛത്തീസ്ഗഡിലാണ്
അതാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.